എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മാസം 1600 രൂപ വീതം സംയുക്ത രക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ അറിയിപ്പ്, ഒക്ടോബർ 21 ശേഷം ഏത് ദിവസം വേണമെങ്കിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കാം. അതിനാൽ തന്നെ വിവിധ കാരണങ്ങളാൽ നിലവിൽ ക്ഷേമ പെൻഷനൊക്കെ മുടങ്ങിക്കിടക്കുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ക്ഷേമ പെൻഷൻ ലഭ്യമാകുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മസ്റ്ററിംഗ് ചെയ്യാതെയും മുൻകാലങ്ങളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകാത്തത് കൊണ്ടും പലർക്കും ഇപ്പോഴും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല. അതുപോലെ 60 വയസ്സിന് താഴെ പ്രായമുള്ള വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്നവർക്ക് പുനർവിവാഹിത അല്ല വിവാഹിത എന്ന സാക്ഷ്യപത്രമൊക്കെ നൽകാത്തത് മൂലവും പെൻഷൻ ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ മാസങ്ങളായി പെൻഷൻ മുടങ്ങിയവരെ ഇപ്പോൾ വാർഡ് മെമ്പർ വഴിയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വഴിയും എല്ലാം തന്നെ തടസ്സങ്ങൾ മാറ്റുവാനായിട്ട് സാക്ഷ്യപത്രങ്ങൾ അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാൻ പല പഞ്ചായത്തുകളിലും അറിയിക്കുന്നുണ്ട്. ആവശ്യപ്പെട്ട നിർബന്ധിത സാക്ഷ്യപത്രങ്ങൾ നൽകുകയോ മസ്റ്ററിംഗ് ചെയ്യാത്തവരാണെങ്കിൽ അത് പൂർത്തീകരിക്കുകയും ചെയ്താൽ ക്ഷേമ പെൻഷൻ തുടർന്നും അവർക്ക് ലഭിക്കുന്നതാണ്. ഇനി അറിയിപ്പുകൾ ലഭിക്കാത്തവരാണ് എങ്കിലും 2 മാസത്തിലധികം പെൻഷൻ ലഭിക്കാത്തവരൊക്കെ ഉണ്ട് എങ്കിൽ പഞ്ചായത്ത് ക്ഷേമ വിഭാഗം ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റുവാനായിട്ട് നടപടികളൊക്കെ കൈക്കൊള്ളുന്നതാണ്. ഈ ഒരു അവസരം ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുള്ളവർ പാഴാക്കാതിരിക്കുക. രണ്ടാമത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷനും സർക്കാർ ധനസഹായത്തോടുകൂടി ക്ഷേമനിധി ബോർഡ് പെൻഷനുമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ എല്ലാ വീടുകളിലേക്ക് ഒരു സർവേയുമായി സർക്കാർ എത്തുവാൻ പോവുകയാണ്. അപ്പോൾ ഈ വാർത്ത ഈയിടെ വന്നതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സർവേ ഏകോപിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം പേരുടെയും അതുപോലെ തന്നെ സൗജന്യ ഭവന പദ്ധതിയായിട്ടുള്ള ലൈഫ് മിഷൻ അടക്കമുള്ള മറ്റ് സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെയും വീടുകളിലേക്കുമായിരിക്കും സർവേ നടത്തുന്നത്. ഏകദേശം 80 ലക്ഷത്തോളം പേരുടെ വീടുകളിലേക്കാണ് സർക്കാർ ഇപ്പോൾ സർവേ നടത്തുവാനായിട്ട് നടപടികൾ ആരംഭിക്കുന്നത്. പ്രധാനമായിട്ടും സർക്കാർ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ അഭിപ്രായങ്ങളും വിവരങ്ങളും ശേഖരിക്കുവാനാണ് വീട് കയറിയുള്ള സർവേ നടന്നു വരുന്നത്. ക്ഷേമ പെൻഷൻ അടക്കമുള്ള പദ്ധതികളുടെ വിലയിരുത്തൽ എന്ന പേരിലാണ് സർവേ നടത്തുന്നതെങ്കിലും സർക്കാരിൽ നിന്ന് ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളും നിർദ്ദേശങ്ങളുമായിട്ട് ഈ ഒരു വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നതാണ്. എല്ലാ മാസവും കൃത്യമായുള്ള ക്ഷേമ പെൻഷൻ വിതരണം, ക്ഷേമ പെൻഷൻ തുകയിൽ കാലോചിതമായിട്ടുള്ള വർധനവ് തുടങ്ങിയ അഭിപ്രായങ്ങളൊക്കെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ ഒരു സർവേയിൽ രേഖപ്പെടുത്താവുന്നതാണ്. കോളേജ് വിദ്യാർത്ഥികളെ അടക്കം ഈ സർവേക്കായിട്ട് രംഗത്തിറക്കുവാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. മറ്റൊരു അറിയിപ്പ്, നിലവിൽ ഇപ്പോൾ 1 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയാണ് ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായിട്ടുള്ളത്. നവംബർ മാസത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഏകദേശം ഉറപ്പായ സാഹചര്യത്തിൽ ഒക്ടോബർ മാസം അവസാനം വിതരണം ചെയ്യുന്ന ഈ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയോടൊപ്പം തന്നെ ആ ഒരു കുടിശ്ശിക കൂടി നൽകുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഈ മാസം അവസാനം 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുക ചേർത്ത് 3200 രൂപയുടെ വിതരണം സംസ്ഥാനത്ത് നടന്നേക്കും. അതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷൻ കൂടി ഈ മാസം നൽകുന്നുണ്ടെങ്കിൽ അതിന്റെ വിതരണം മാസം അവസാനമായിരിക്കും ഔദ്യോഗികപരമായിട്ടുള്ള അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. 21-ാം തീയതിക്ക് മുൻപായിട്ട് തന്നെ വരുവാനുള്ള സാധ്യതയുണ്ട്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ വർഷം തന്നെ പൂർണ്ണമായിട്ടും നൽകുന്നതാണെന്നാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം നടത്തുന്നതിനോടൊപ്പം തന്നെ സർക്കാർ ക്ഷേമ പെൻഷൻ തുകയിൽ ഒരു വർധനവ് കൊണ്ടുവരുമെന്നും ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ തുക ഘട്ടങ്ങളായിട്ട് വർദ്ധിപ്പിച്ചതും കൃത്യമായിട്ട് വിതരണം ചെയ്തതുമായിരുന്നു സർക്കാരിന് തുടർഭരണം ലഭിക്കുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. 5 മാസത്തോളം കുടിശ്ശികയാവുകയും ചെയ്ത സാഹചര്യത്തിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ സർക്കാരിന് തിരിച്ചടി നേരിട്ടതിനെ തുടർന്ന് സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും കഴിഞ്ഞ 1.5 വർഷമായിട്ട് എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തി വരികയും ചെയ്യുകയായിരുന്നു. അതിനാൽ തന്നെ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായിട്ട് തന്നെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള അനുകൂലമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. വരും ദിവസങ്ങളിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.